ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസിലെ ഫിസിക്സിലെ ലേസർ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റൂബി ലേസർ, ND യാഗ് ലേസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേസർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സെമികണ്ടക്ടർ ലേസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു PN ജംഗ്ഷൻ ഡയോഡ് യൂസ് ചെയ്തിട്ടാണ്. Semiconductor lasers is produced or specifically fabricated by a PN junction diode. And ഈ PN junction diode forward biased ആയിരിക്കുമ്പോഴാണ് ഈ ലേസർ ആക്ഷൻ നടക്കുന്നത്. The diode emits laser light when it is in forward biased കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് ഈ ലേസർ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ PN ജംഗ്ഷൻ ഡയോഡില് നമ്മൾ ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് പറയുമ്പോൾ ഒരു P റീജിയൻ ഉണ്ടാകും, N ടൈപ്പ് റീജിയൻ ഉണ്ടാകും. P റീജിയനില് കൂടുതലും ഹോൾസ് ആയിരിക്കും. ഹോൾസ് വിൽ ബി പ്രോമിനന്റ് ആൻഡ് N റീജിയൻ ഇലക്ട്രോൺസ് വിൽ ബി ഡോമിനേറ്റിംഗ്. ഓക്കെ, ഇലക്ട്രോൺസ് ഈസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ഹോൾസ് ആർ ഇൻ ദ വാലൻസ് ബാൻഡ്. അങ്ങനെയാണ് നോർമൽ PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ രണ്ട് P റീജിയന്റെയും N റീജിയന്റെയും ഒരു സെന്റർ പോർഷനിലായിട്ട് ഒരു ഡെപ്ലീഷൻ റീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ഡെപ്ലീഷൻ റീജിയനിലാണ് ലേസർ ആക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്തിട്ട് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So when the PN junction diode is in forward bias, the electrons from the N region and the holes from the P region cross the junction and recombine with each other. Forward bias ആയിരിക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് N റീജിയനിൽ നിന്നും ഹോൾസ് P റീജിയനിൽ നിന്നും വന്നിട്ട് ഡെപ്ലീഷൻ റീജിയനിൽ എത്തുന്നു. എന്നിട്ട് അവർ ഡിഫ്യൂസ് ചെയ്യുന്നു. ഡിഫ്യൂസ് ചെയ്തതിനു ശേഷം റീകോമ്പിനേഷൻ പ്രോസസ്സ് നടക്കുന്നു. റീകോമ്പിനേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അവിടെ ഫോട്ടോൺസ് റിലീസ് ചെയ്യുന്നു. ഈ ഫോട്ടോൺസ് അടുത്ത ഒരു നെക്സ്റ്റ് ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും റീകമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് അവിടെ ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ സെമി കണ്ടക്ടർ ലേസർ. ദാറ്റ് ഈസ് വെൻ PN ജംഗ്ഷൻ ഡയോഡ് is in forward bias, the electrons from the N region and the holes from the P region cross the junction and recombine with each other. Recombination process will be taking place. During this recombination process, the light radiation, that is photons, is released from certain direct band gap semiconductors like gallium arsenide. And this radiation is known as recombination radiation. And the photon emitted during the recombination stimulates the other electrons to recombine. As a result, the stimulated emission takes place, which produces laser. Okay, so the laser beam produce ചെയ്യുന്നത് ഈ depletion region ആണ്. Semiconductor is a PN junction diode and അത് forward bias ആയിരിക്കുമ്പോഴാണ് coherent light produce ചെയ്യുന്നത്. Then semiconductor ലേസറിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോർ എഫിഷ്യന്റ് ആണ്. Then പോർട്ടബിൾ ആണ്. മറ്റുള്ള റൂബി ലേസേഴ്സിനെ ഒന്നും പോലെ കൺസ്ട്രക്ഷൻ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലും യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, പിന്നെ യൂഷ്വൽ ലേസേഴ്സിന് പറയുന്ന പോലെ തന്നെ ഇതിനൊരു ആക്റ്റീവ് മീഡിയം ഉണ്ട്, ഒപ്റ്റിക്കൽ റെസണേറ്റർ ഉണ്ട്, പമ്പിംഗ് സോഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ സെമി കണ്ടക്ടർ ലേസർ. ദെൻ നമ്മൾ പറഞ്ഞു ഒരു PN ജംഗ്ഷൻ ഡയോഡിനാകുമ്പോൾ അവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വാലൻസ് ബാൻഡ് ഉണ്ടാകും. ആ കണ്ടക്ഷൻ ബാൻഡിനെയും വാലൻസ് ബാൻഡിനെയും സൂചിപ്പിക്കുന്ന ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
here we can see that the conduction band contain more free electrons and the valence band contain more holes. And the energy difference between the two bands is known as band gap. ഈ ബാൻഡ് ഗ്യാപ്പിനെയാണ് നമ്മൾ EG എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. EG. ഓക്കെ. ദെൻ ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡെപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിന്നാണ്. ഓക്കെ. സോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് is construction. Yeah, construction from this we can see here. ഇവിടെ ഒരു P region ഉണ്ട്, N region ഉണ്ട്. P region കൊടുത്തിട്ടുണ്ട്. ഈ P regionിൽ ഒരു അപ്പർ ഇലക്ട്രോഡ് ഉണ്ട്. ഈ അപ്പർ ഇലക്ട്രോഡ് P regionുമായിട്ട് ഒരു മെറ്റൽ കോണ്ടാക്ട് ഉണ്ട്. ദെൻ ഈ അപ്പർ ഇലക്ട്രോഡ് ഫോർവേഡ് ബയാസിലായിട്ട് ലോവർ ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ബിറ്റ്വീൻ ദ P ആൻഡ് N region, P regionനും N regionനും ഇടക്കായിട്ട് ഒരു PN ജംഗ്ഷൻ ഉണ്ട്. ദെൻ ലേസർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആൻഡ് ടോട്ടലി റിഫ്ലക്റ്റിംഗ് സർഫസിലാണ്. പിന്നെ ഈ ഫിഗറിൽ പറയാനുള്ളത്, ഇതില് ഒരു സർഫസ് നമ്മൾ നോർമൽ ലേസേഴ്സിലുള്ള പോലെ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സർഫസ് ടോട്ടലി റിഫ്ലക്റ്റിംഗ് ആണ്. ബാക്കി എല്ലാ സർഫസും നമ്മൾ റഫൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റഫ്നെസ് കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇതാണ് ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ദ സെമി കണ്ടക്ടർ ലേസേഴ്സ്. The figure shows the basic construction of the semiconductor laser, and the active medium is a PN junction diode made from the single crystal of gallium arsenide. Active medium ഏതാണ്? PN junction diode ആണ്. അത് ഒരു gallium arsenide crystalലിൽ നിന്നും ഉണ്ടാക്കിയതാണ്. And this crystal is cut in the form of a plater having the thickness of 0.5 micromillimeter. Okay. സോ അത് അത്രയും കട്ടി കുറഞ്ഞിട്ടാണ് ഈ ക്രിസ്റ്റല് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊരു P region, N region, ഇത് ഒരു ഗാലിയം ആർസനൈഡ് ക്രിസ്റ്റലിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റിയതാണ്. സോ ദിസ് ഇസ് ദ കൺസ്ട്രക്ഷൻ. ഓക്കെ. Okay. This platelet consists of two parts having an electron conductivity N-type and the hole conductivity P-type. ഇതിൽ ഇലക്ട്രോൺ കണ്ടക്ടിവിറ്റി ഉള്ള പാർട്ടിനെ നമ്മൾ N-type region എന്നും ഹോൾ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള പാർട്ടിനെ നമ്മൾ P-type region എന്നും പറയും. The photon emission is stimulated in a very thin layer of PN junction and in order of few microns. Okay. തിൻ ലെയർ ആണ് ഈ PN ജംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഒരു തിൻ ലെയർ ആണ്. ഈ കാണിച്ച അത്ര തിക്നെസ് ഒന്നും ഇല്ല. ദ ഇലക്ട്രിക്കൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ ക്രിസ്റ്റൽ ത്രൂ ദ ഇലക്ട്രോഡ് ഫിക്സ്ഡ് ഓൺ ദ അപ്പർ സർഫസ് ആൻഡ് അപ്പർ സർഫസിലും ലോവർ സർഫസിലുള്ള ആ രണ്ട് ഇലക്ട്രോൺസ് കണക്ട് ചെയ്ത് ഇലക്ട്രോഡ്സിനെ കണക്ട് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഈ കൊടുക്കുന്ന വോൾട്ടേജ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. The N phases of the junction diode are well polished and parallel to each other. N phases well polished and parallel to each other. That means one surface is partially reflecting and the other surface parallel to it is totally reflecting. They act as optical resonator through which the emitter light comes out. ഈ രണ്ട് പോളിഷ്ഡ് സർഫസസ് ആണ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആക്റ്റീവ് മീഡിയം ഗാലിയം ആർസനൈഡ് ക്രിസ്റ്റൽ ആണ്. അതിനൊരു പ്ലേറ്ററിന്റെ ഫോമിൽ നമ്മൾ മാറ്റിയതാണ്. സോ ഞാൻ ഇവിടെ ഒരു ലേസറിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ കമ്മിങ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് വർക്കിംഗ് ഓഫ് ദ സെമി കണ്ടക്ടർ ലേസർ.
വർക്കിങ്ങിലും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിലായിരിക്കുന്ന സമയത്ത് ലാർജ് അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇലക്ട്രോൺസും ഹോൾസും ഇജക്ട് ചെയ്യും, ആൻഡ് ദേ വിൽ റീകമ്പൈൻ അറ്റ് ദ ഡെപ്ലീഷൻ ലെയർ ഓഫ് ദ junction. Okay, that is when PN junction is forward biased, when with the large applied voltage, the electrons and holes are ejected. Electrons and holes are ejected into the junction region is considerable concentration. When the region around the junction contains a large amount of electrons in the conduction band and the large amount of holes in the valence band. ഓക്കെ, ഇവരിങ്ങനെ ഹോൾസിനെയും ഇലക്ട്രോൺസിനെയും ഇജക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോൺസെൻട്രേഷൻ അവർ ഇജക്ട് ചെയ്യും. അങ്ങനെ ഈ ജംഗ്ഷന്റെ ചുറ്റുമുള്ള കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് അവിടെ പോപ്പുലേഷൻ കൂടും, അങ്ങനെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈ ആകും. അങ്ങനെയാണ് അവിടെ പോപ്പുലേഷൻ ഇൻവേർഷൻ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത്. If the population density is high, a condition of population inversion is achieved, and the electrons and the holes recombine with each other, and this recombination produces the radiation in the form of light. Okay, if forward bias increase ആയി കഴിഞ്ഞാൽ ejection increase ആവും, as a result recombination increase ആവും, as a result laser beam produce ചെയ്യുന്നത് strengthen ആവും. കൂടുതൽ ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർവേഡ് ബയാസ് ഇൻക്രീസ് ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്ത fourth point. That is, when forward bias voltage is increased, more and more light photons are emitted, and the light production instantly becomes stronger. And these photons will trigger a chain of stimulated recombination, resulting in the release of the photons in the phase. Okay. ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ജംഗ്ഷനിലൂടെ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തും. അങ്ങനെയാണ് അവര് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആൻഡ് ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറേഴ്സിലൂടെ പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫോട്ടോൺ മൂവിംഗ് അറ്റ് ദ പ്ലെയിൻ ഓഫ് ദ ജംഗ്ഷൻ ട്രാവൽസ് ബാക്ക് ആൻഡ് ഫോർത്ത് ബൈ ദ റിഫ്ലക്ഷൻ between two sides placed parallel and opposite to each other and grow in strength. അവിടെ റിഫ്ലക്ഷൻ ടു ആൻഡ് ഫ്രോ മോഷൻ കാരണം ഉണ്ടായിട്ടുള്ള റിഫ്ലക്ഷൻ കാരണമാണ് ഈ ലേസർ ബീമിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ഇനഫ് സ്ട്രെങ്ത് കിട്ടിയതിനു ശേഷം എ വേവ് ലെങ്ത് ഓഫ് 8400 ആംസ്ട്രോം ഉള്ള വേവ് ലെങ്തിലുള്ള ഒരു ലേസർ ബീം പുറത്തേക്ക് വരുന്നു. വേവ് ലെങ്ത് ഓഫ് ലേസർ ബീം ലേസർ ലൈറ്റ് ഇസ് ഗിവൺ ബൈ ലേസർ ലൈറ്റിന്റെ വേവ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് EG means energy band gap is equal to h nu, and nu is equal to c by lambda. Then lambda is equal to hc by EG. That is the wavelength of the laser beam produced from the semiconductor laser. EG is a band gap energy in joule. Okay. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. Okay. Semiconductor laser is a solid state laser. ഇതൊരു solid state laser ആണ്. ഇതിന്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ഒരു PN junction diode made from single crystal of gallium arsenide is used as an active medium. Then pumping method direct pumping ആണ്. Direct conversion method is used for pumping action. Then power output from this laser is 1 megawatts. Okay. Nature of the output of ഇതിന്ന് വരുന്ന ലേസർ ബീമിന്റെ നേച്ചർ എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് വേവ് ആണ്, അല്ലെങ്കിൽ പൾസ്ഡ് ഔട്ട്പുട്ട് ആണ്. ബ്രേക്ക് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് വേവ് ഓർ pulsed output. Okay. Wavelength of the output. Wavelength is gallium arsenide laser gives infrared radiation in the wavelength of 8300 to 1500 angstrom. Okay. The characteristics semiconductor lasers നമ്മൾ ഒറ്റ രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചാൽ തന്നെ പിന്നെ നോർമൽ PN ജംഗ്ഷൻ ഡയോഡിന്റെ
വർക്കിംഗ് ആണ് ഇതിനും വരുന്നത്. ഓക്കെ, ആക്റ്റീവ് മീഡിയം PN junction diode that is made up of a crystal of gallium arsenide, and pumping method direct pumping, then output of 1 megawatts, and nature of the output continuous wave, and it is a solid state laser, and wavelength is 8300 to 8500, that is 8400 angstrom is the average value of the wavelength. ഇനി വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ലാംഡ ഇസ് ഇക്വൽ ടു HC/EG. EG എന്ന് പറഞ്ഞത് എനർജി ബാൻഡ് ഗ്യാപ്പ്. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് പറയാം. ഓക്കെ, അഡ്വാൻറ്റേജസ്, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ very small in dimension and the arrangement is simple and compact. ഇത് ചെറിയ സൈസ് ആണ്, അറേഞ്ച്മെന്റ് സിമ്പിൾ ആണ്, കോമ്പാക്ട് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ടബിൾ ആണ്. ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ലേസർ വർക്ക് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ഒന്നും അല്ല, അതിന്റെ സ്ട്രക്ചർ ഒക്കെ സിമ്പിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി സ്മോൾ ഇൻ ഡയമെൻഷൻ ആൻഡ് ദ arrangement is simple and compact. Okay, it exhibit next advantage is it exhibit high efficiency. High efficiency ഉള്ള lasers ആണ് നമ്മൾ high level production of lasersന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സോ ഹൈ എഫിഷ്യൻസി ബാക്കിയുള്ള ലേസേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെമി കണ്ടക്ടർ ലേസേഴ്സ് ഹാവ് ഹൈ എഫിഷ്യൻസി. Okay, and the third one, the laser output can be easily increased by controlling the junction current. ലേസർ ഔട്ട്പുട്ട് നമുക്ക്, ഞാൻ പറഞ്ഞു ആ പോയിന്റ്, ലേസർ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ബയാസ് കറണ്ട് ഇൻക്രീസ് ചെയ്താൽ മതി. ഫോർവേഡ് ബയാസ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് വിൽ ബി ഇൻക്രീസ്ഡ്. ആസ് എ റിസൾട്ട് റീകോമ്പിനേഷൻ വിൽ ബി ഇൻക്രീസ്ഡ്, ദെൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ വിൽ ബി more and more laser beam will be produced. That is the third point. The laser output can be easily increased by controlling the junction current. Junction current control ചെയ്തിട്ട് ലേസർ കുറച്ച് മതിയെങ്കിൽ കറണ്ട് കുറക്കുക. Okay, fourth point is it is operated with the lesser power than Ruby and CO2 laser. Ruby ലേസറിനും CO2 ലേസറിനും കമ്പാരിറ്റീവ്ലി ഹൈ പവർ കൺസപ്ഷൻ ആണ്. പക്ഷേ സെമി കണ്ടക്ടർ ലേസേഴ്സ് വർക്ക് ചെയ്യുന്നത് സെമി കണ്ടക്ടറിന്റെ PN ജംഗ്ഷൻ ആക്ഷൻ ആണ്. സോ അവിടെ പവർ കൺസപ്ഷൻ കുറവാണ്. ഓക്കെ, ആൻഡ് ദ ഫിഫ്ത് പോയിന്റ്, and it requires very little auxiliary equipments യൂസ് ചെയ്യുന്ന equipments PN junction diode നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഈസിലി സോഴ്സ് ആണ്. സോ ഇറ്റ് റിക്വയർസ് എ വെരി ലെസ് ഓക്സിലറി എക്യുപ്മെന്റ്. ആൻഡ് സിക്സ്ത് വൺ, ഇറ്റ് ക്യാൻ ഹാവ് എ കണ്ടിന്യൂസ് വേവ് ഔട്ട്പുട്ട് ഓർ പൾസ്ഡ് ഔട്ട്. കണ്ടിന്യൂസ് വേവ് ഔട്ട്പുട്ടും അല്ലെങ്കിൽ പൾസ്ഡ് ഔട്ട്പുട്ടും ഈ സെമി കണ്ടക്ടർ ലേസേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ഡിസഡ്വാൻറ്റേജസ് ഇത്രയാണ്. ബാക്കിയുള്ള ലേസേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് സെമി കണ്ടക്ടർ ലേസേഴ്സ് ഒരുപാട് അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ റീസൺ ഈ ഒരു അഡ്വാൻറ്റേജസ് തന്നെയാണ്. സോ ഇനി നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ആ പറയുന്നത്. സോ ഡിസഡ്വാൻറ്റേജസ്, ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കൺട്രോൾ ദ മോഡ് പാറ്റേൺ ആൻഡ് മോഡ് സ്ട്രക്ചർ ഓഫ് ദ ലേസർ. ഏത് മോഡ് പാറ്റേണും പിന്നെ അതുപോലെ തന്നെ മോഡ് കൺസ്ട്രക്ഷനും സ്ട്രക്ചറും കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഈസ് ദ ഔട്ട്പുട്ട് ഈസ് യൂഷ്വലി ഫ്രം 5 degree to 15 degree. ഔട്ട്പുട്ട് 5 degree to 15 degree ആണ്. ഇപ്പൊ ലേസർ ബീം ലാർജ് ലേസർ ബീം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലാർജ് ഡൈവേർജൻസ് ഉള്ള, അതായത് ഡൈവേർജൻസ് കൂടിയത് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പൊ ഡൈവേർജൻസ് ഇതിന് കൂടുതലാണ്. ഈ സെമി കണ്ടക്ടർ ലേസേഴ്സിന് ഡൈവേർജൻസ് കൂടുതലാണ്. അത് 5 degree to 15 degree ആണ് അതിന്റെ ഒരു ഡൈവേർജൻസ് വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദ പ്യൂരിറ്റി ആൻഡ് ദ മോണോക്രോമാറ്റിസിറ്റി ആർ പവർ ദാൻ അതർ ടൈപ്പ് ഓഫ് ലേസേഴ്സ്. Purity and monochromaticity is very high compared to the other lasers. Okay, and the fourth one is the threshold current density is very large. Threshold current density ഒരുപാട് കൂടുതലാണ്, that is 400 angstrom.
per millimeter square. Okay, and the fifth one, it has poor coherence and poor stability. Stability കുറവാണ്, temporal and spatial coherence കുറവാണ്. Okay, so these are the disadvantages. I repeat, advantages: it is very small in dimension and arrangement, and the E5 points. Disadvantages are, it is difficult to control the mode pattern and the mode structure of the laser. The output is usually from 5 degree to 15 degree. Laser beam has large divergence, and the purity and the monochromaticity are power than the other type of laser. Threshold current density is very large, and it has poor coherence and poor stability. Okay, next is the application. ഈ ലേസർ സെമി കണ്ടക്ടർ ലേസേഴ്സ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്, പിന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് ഹീൽസ് ബോൺസ് ഒക്കെ ഹീൽ ചെയ്യാൻ വേണ്ടി, അതായത് മുറിവുകളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പെയിൻ കില്ലേഴ്സ് ആയിട്ട്. then it is used in laser printers and CD writing and reading. Laser printing, CD writing, reading, ഇതിലൊക്കെ സെമി കണ്ടക്ടർ ലേസേഴ്സ് ആണ്. 4 അപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ is it is widely used in fiber optic communication, and second one, it is used to heal the wounds by infrared radiation, and third one, it is also used as a painkiller, and fifth one, it is used in laser printers and CD writing and reading. Okay, ഞാൻ ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ പറയാം. സെമി കണ്ടക്ടർ ലേസർ ഫസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു PN ജംഗ്ഷൻ ഡയോഡ് ആണ്. P region ഹാവ് ഹോൾസ് ആണ് കൂടുതൽ, N റീജിയനിൽ ഇലക്ട്രോൺസും. ഈ P റീജിയനിലെ ഹോൾസും N റീജിയനിലെ ഇലക്ട്രോൺസും ജംഗ്ഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർ ഡിഫ്യൂസ് ചെയ്യും, റീകമ്പൈൻ ചെയ്യും. റീകോമ്പിനേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫോട്ടോൺസ് അടുത്ത ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും റീകമ്പൈൻ ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും. As a result, stimulated emission will be produced and the laser beam will be produced. That is the basic principle of the semiconductor laser. And the construction. Next, construction. Construction ഒരു upper electrode, lower electrode ഉണ്ട്. അവര് കമ്പൈൻ ചെയ്തിട്ട് ഫോർവേഡ് ബയാസിലാണ്. ഒരു P റീജിയൻ, N റീജിയൻ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ആ ഒരു പോർഷനെയാണ് PN ജംഗ്ഷൻ എന്ന് പറയാ. ഈ PN ജംഗ്ഷനിലാണ് റീകോമ്പിനേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇതിന്റെ ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു PN ജംഗ്ഷൻ ഡയോഡ്. ആൻഡ് ആക്റ്റീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ഗാലിയം ആർസനൈഡ് ക്രിസ്റ്റൽ ആണ്. ഈ ക്രിസ്റ്റൽ തിൻ ഫോർമാറ്റിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പമ്പിങ് എന്ന് പറഞ്ഞത് ഡയറക്റ്റ് പമ്പിങ് ആണ്. പിന്നെ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഓഫ് ദ സെമി കണ്ടക്ടർ ലേസേഴ്സ് average is 8400 angstrom, and lambda is equal to hc by eg. Eg is the band gap energy joule. Okay, any characteristics and type is a solid state semiconductor laser, active medium, single crystal of gallium arsenide, pumping method direct pumping, power output is 1 megawatt, and the nature of the output that is continuous wave is produced from the semiconductor laser, and wavelength is of 8300 to 8500 angstrom. And the advantages and disadvantages, at least 3 advantages and disadvantages padikka. And that is, it is very small in dimension, the arrangement is in compact, and it is portable, high efficiency, and it requires a very auxiliary equipment. It have a continuous wave output and positive. Disadvantages, it is difficult to control the mode pattern and the mode structure of the laser, and the output is usually 5 degree to 15 degree, and the laser beam has a large divergence. And the purity and the monochromaticity are power than other type of laser, and it has a poor coherence and poor stability. Threshold current density is very large.
Then applications. Okay, applications നമ്മൾ പറഞ്ഞ applications തന്നെയാണ്. Okay, applications. It is widely used in fiber optic communication. It is used to heal the wounds by infrared radiation. It is also used as painkiller. And the fourth one, laser printer and CD writing and reading. This is all about semiconductor laser. So, ellaru class മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So, next class കാണാം. So, thank you. Thank you, ma'am. Thank you, ma'am. Okay. Doubts എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ma'am. Clear ആണ്.